എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഗോതമ്പ് പൊടിയും തേങ്ങയും വെച്ചിട്ട് നല്ല രുചികരമായിട്ട് ആവിയിൽ വേവിച്ചിട്ടെടുക്കാൻ പറ്റിയ പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരമാണ് കേട്ടോ ഇത്. ഈവനിങ് ചായയുടെ കൂടെ വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റിൽ ചെയ്തിട്ടെടുക്കാൻ പറ്റിയ ഒരു സ്നാക്സ് ആണ്. അപ്പം നമുക്കതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ അതിനായിട്ട് 250 ml ഈ ഒരു കപ്പിൽ കറക്റ്റ് ഒരു കപ്പളവിൽ ഗോതമ്പ് പൊടി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതുപോലെ ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ല, ഇതുപോലെ നന്നായിട്ട് തന്നെ ആ ഒരു ഗോതമ്പ് പൊടി ഞാനൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ അരക്കപ്പളവിൽ പഞ്ചസാരയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ശർക്കര വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു അരക്കപ്പ് പഞ്ചസാര ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് ഇതുപോലെ ഒരു 3 ഏലക്കായും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചിട്ടെടുക്കണം. അപ്പോൾ ഇത് കണ്ടില്ല, നന്നായിട്ട് തന്നെ ഞാനിത് ഇവിടെ നിന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം ഇനി നമ്മളിപ്പോൾ അരിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ഗോതമ്പ് പൊടിയിലേക്ക് ഇതിട്ട് കൊടുക്കാം. ഇനി ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് തന്നെ അരക്കപ്പളവിൽ തേങ്ങ ഇതുപോലെ പൂളിയെടുത്തതിന് ശേഷം അതിൻ്റെ ഒരു ബ്രൗൺ ആ ഒരു സ്കിന്നിൽ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഒരു വെള്ളം മാത്രം ഇതുപോലെ എടുത്തിട്ടുണ്ട്. ചിരകി എടുക്കുന്ന തേങ്ങനെക്കാട്ടിലും നമ്മൾ ഇതുപോലെ പൂളിയിട്ട് മിക്സിയിലൊന്ന് അടിച്ചിട്ടെടുക്കുകയാണെങ്കിൽ ആ ഒരു തേങ്ങ എല്ലാം കറക്റ്റ് ഒരേ ഒരു വലുപ്പത്തിൽ നമുക്ക് കിട്ടും. എന്നിട്ട് ഇതുപോലെ നമുക്കൊന്ന് പൊടിച്ചിട്ടെടുക്കാം. ഒത്തിരി അരയരുത് കേട്ടോ, ജസ്റ്റ് നമ്മൾ ഇതുപോലെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക മാത്രമേ ചെയ്യാവുള്ളൂ. അപ്പോൾ ഒരു തേങ്ങ ഞാനിവിടെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ല, ഒരു തേങ്ങയൊക്കെ കറക്റ്റ് ഒരേ ഒരു വലുപ്പത്തിൽ നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പം കിട്ടും. അപ്പോൾ ഒരു തേങ്ങ പൊടിച്ചതും കൂടി നമുക്ക് ഈ ഒരു കൂട്ടിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതുപോലെ ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു മീഡിയം വലിപ്പമുള്ള നല്ല പഴുത്ത നേന്ത്രപ്പഴം എടുക്കണം. മീഡിയം വലിപ്പമുള്ള നല്ല പഴുത്ത നേന്ത്രപ്പഴത്തിൻ്റെ ഒരു പകുതി മാത്രം എടുത്താൽ മതി. ഒരു പകുതി എടുത്തിട്ട് ചെറിയതാക്കി ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് ഈ ഒരു നെയ്യിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഈ ഒരു നെയ്യിലൊന്ന് വാട്ടിയിട്ടെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്ത് ആ ഒരു നെയ്യിൽ നമ്മൾ നന്നായിട്ടൊന്ന് വാട്ടിയിട്ടെടുക്കുക. അപ്പോൾ ഒരു നേന്ത്രപ്പഴം ഇവിടെ നന്നായിട്ട് ഞാനൊന്ന് മൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് മറ്റൊരു പാത്രത്തിലേക്ക് നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു മിക്സിലേക്ക് ഇതുപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതുപോലെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ വാട്ടി വെച്ചിട്ടുള്ള ഒരു നേന്ത്രപ്പഴയില്ലേ, ആ ഒരു നേന്ത്രപ്പഴവും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ പശുവിൻ പാലാണ് കേട്ടോ. പശുവിൻ പാൽ നമ്മൾ തിളപ്പിച്ച് ആറിയത് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് കറക്റ്റ് 3/4 കപ്പ് അളവിൽ പശുവിൻ പാലാണ് എടുത്തിരിക്കുന്നത്. ആദ്യം ഇതുപോലെ 1/2 കപ്പ് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് നോക്കുക. അതിനുശേഷം വീണ്ടും ഇതിലേക്ക് ആ ഒരു 1/4 കപ്പും കൂടി ചേർത്ത് കറക്റ്റ് 3/4 കപ്പ് അളവ് മുഴുവനും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ബാറ്റർ ഒരുപാടങ്ങ് ലൂസായി പോവരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് കറക്റ്റ് 3/4 കപ്പ് അളവിൽ പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ലാസ്റ്റ് ഞാനൊരു 2.5 ടേബിൾ സ്പൂൺ അളവിൽ പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാൻ നോക്കിയിട്ട്. അപ്പോൾ ഇതുപോലെ വേണം ഈ ഒരു മാവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു ബാറ്ററിലേക്ക് ഇനി നമുക്കൊരു 1/2 ടീസ്പൂൺ മാത്രം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക. ആ ഒരു ബേക്കിംഗ് സോഡയുടെ മുകളിലായിട്ട് ഇതുപോലെ കുറച്ച് നാരങ്ങാനീരൊന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതുണ്ട്, ഇതുപോലെ നമ്മൾ കുറച്ച് നാരങ്ങാനീര് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും ഇതിങ്ങനെ നന്നായിട്ട് പൊങ്ങി വരും. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഞാനൊരു 2.5 ടേബിൾ സ്പൂൺ അളവിൽ പാലും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ. കറക്റ്റ് ആ ഒരു പാകത്തിനുള്ള ഒരു ബാറ്റർ റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ബാറ്ററിൻ്റെ ഒരു പാകം കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് വേവിച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെറിയ സ്റ്റീലിൻ്റെ ബൗളാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ആ ഒരു നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നെയ്യ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നട്ട്സുകളാണ് കേട്ടോ വേണ്ടത്. നട്ട്സ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാനാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ചേർത്ത് മിക്സ് ചെയ്യുകയും കൂടി വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഞാനിതിൻ്റെ മുകളിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള നട്ട്സ് ഏതാണോ അത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ബദാം കട്ട് ചെയ്തതും അതുപോലെ തന്നെ കുറച്ച് എള്ളും ഇതുപോലെ പംകിൻ സീഡുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബാറ്റർ ഇനി നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരു 3/4 ഭാഗത്തോളം മാത്രമേ ഒഴിച്ചു കൊടുക്കാവുള്ളൂ. മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്താൽ നമ്മൾ ആവിക്ക് വെക്കുന്ന സമയത്ത് ഇതങ്ങ് ഒഴുകി അങ്ങ് പോകും. അപ്പോൾ ഒരു 3/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു ബാറ്റർ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഒരു നട്ട്സുകളൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു നട്ട്സ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ആവിയിലാണ് വേവിച്ചിട്ടെടുക്കേണ്ടത്.
ഞാനിപ്പോൾ ഇത് ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ച് നല്ല പോലെ തന്നെ ചൂടായി ആവി കയറി വരുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് ആവി വരുന്ന ഈ ഒരു ഇഡ്ഡലി പാത്രത്തിലേക്ക് നമുക്ക് ഈ ഒരു പാത്രം ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ അടച്ചു വെച്ച് കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ ഒരു 20-25 മിനിറ്റ് ആണ് കേട്ടോ ഇതിൻ്റെ ഒരു കുക്കിംഗ് ടൈം വരുന്നത്. ഏകദേശം ഒരു 20 മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും ഒന്ന് തുറന്ന് നോക്കുക. ഞാനിപ്പോൾ ഇതിവിടെ കറക്റ്റ് 25 മിനിറ്റ് ആയപ്പോഴത്തേക്കും തുറന്ന് നോക്കുകയാണ്. ഇതുപോലെ നമ്മളൊരു സ്റ്റിക്ക് വെച്ചൊന്ന് കുത്തി നോക്കുക, ആ ഒരു മാവ് ഉള്ളിലേക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു സ്റ്റിക്ക് നല്ല ക്ലീൻ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്കിവിടെ കുക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ചൂടാറിയതിന് ശേഷം ഈ ഒരു പാത്രത്തിൽ നിന്ന് ഇതുപോലെ ഈസി ആയിട്ട് ഇതങ്ങ് വിട്ട് വരുന്നതാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റിയ ഗോതമ്പ് പൊടിയും തേങ്ങയും വെച്ചിട്ടുള്ള ഈ ഒരു ടീ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു തേങ്ങയൊക്കെ നമ്മളങ്ങനെ പൊടിച്ച് ചേർത്തുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് അത് കടിക്കാൻ കിട്ടുമ്പോഴത്തേക്കും. അതുപോലെ തന്നെ ഒരു നട്ട്സുകളും അതുപോലെ നമ്മളൊരു ഏത്തപ്പഴമൊക്കെ നെയ്യിൽ വാട്ടി ചേർത്തല്ലേ, അതുകൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് വന്നറിയിക്കണേ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂട്ടത്തിൽ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.